കണ്ണ് തുറക്കേണ്ട എല്ലാ സമയത്തും കണ്ണ് തുറന്ന് തന്നെ ഇരിക്കണം. നിങ്ങൾക്ക് ദേഷ്യമുള്ളവർക്കെതിരെ കൂടുതൽ നടപടി എടുക്കുന്ന രീതി അത് നല്ലതല്ല. സഞ്ജു ടെക്കിയെ പോലെ തന്നെ സീക്രട്ട് ഏജൻറ്റും ഫേമസ് ആണല്ലോ. പുള്ളി ഒരു ഇൻഫ്ലുവൻസറാണ്, ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ്. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഫൈൻ വിത്ത് 3 മാസം തടവ് ശിക്ഷ വിധിക്കാനും ലൈസൻസ് റദ്ദാക്കാനും വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കാൻ വരെ നമുക്ക് നിയമം പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാവുന്ന ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 മാസം ആയിട്ട്, ഓൾമോസ്റ്റ് 2 മാസം ആവാറാണ്. ഇതുവരെ പുള്ളി ഇൻഷുറൻസ് അടച്ചിട്ടില്ല. അതിനുശേഷം പുള്ളി ട്രാവൽ ചെയ്ത എവിഡൻസ് മൊത്തം നമുക്ക് യൂട്യൂബിലുണ്ട്. നമ്മുടെ ഈ ഗണേഷ് കുമാർ MLA എപ്പോഴും കണ്ണ് കാണില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ വന്നാലേ നമ്മുടെ മന്ത്രിക്ക് കണ്ണ് കാണുള്ളൂ. സഞ്ജു ടെക്കി ഈ ഒരു ഇഷ്യൂ ചെയ്തു, കോടതി അതിനെതിരെ ശിക്ഷ വിധിച്ചിട്ടും പുള്ളി എങ്ങനെയൊക്കെയാണ് ഈ ഗണേഷ് കുമാർ ടാർഗറ്റ് ചെയ്തത്, പബ്ലിക്കലി എങ്ങനെയൊക്കെയാണ് ഹറാസ് ചെയ്തത്, ഏതൊക്കെ രീതിയിലാണ് പല പ്രോഗ്രാമിലും പോയിട്ട് പുള്ളിക്കെതിരെ പേഴ്സണലായിട്ടുള്ള പല വിദ്വേഷങ്ങളും പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞത് നമുക്കതൊക്കെ കണ്ടതാണ്. ഓക്കെ, പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ട്, പുള്ളിക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കേരളത്തിൽ നടക്കുന്ന എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, പല ഇഷ്യൂസിലും അതിനെതിരെ ഒരു നിയമ നടപടി എടുക്കാത്ത ഇതേ സർക്കാരാണ്, ഇതേ ഗതാഗത വകുപ്പ് തന്നെയാണ്. ഇവിടെ കുഴി വീണിട്ട് എത്ര ആൾക്കാർ മരിക്കുന്നുണ്ട്? കുഴി മാത്രം ഉള്ളതുകൊണ്ട് 100 കണക്കിന് ആൾക്കാരാണ് കേരളത്തിൽ മരിക്കുന്നത് വാഹനാപകടം കൊണ്ട്, കുഴി എന്ന കാരണത്താൽ. അപ്പോൾ അതിനൊരു നിയമ നടപടി ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. അതിനുള്ള കാര്യങ്ങളൊന്നും തുറന്ന് പറയാനും അതിനെക്കുറിച്ച് പറയുന്നതും നമുക്ക് കണ്ടിട്ടില്ലല്ലോ. കണ്ണ് തുറക്കേണ്ട എല്ലാ സമയത്തും കണ്ണ് തുറന്ന് തന്നെ ഇരിക്കണം. നിങ്ങൾക്ക് ദേഷ്യമുള്ളവർക്കെതിരെ കൂടുതൽ നടപടി എടുക്കുന്ന രീതി അത് നല്ലതല്ല. അതിന് ഗവൺമെൻറ്റിൻ്റെ റൂൾസിനെ ഉപയോഗിച്ച് ആൾക്കാരെ അടിച്ചമർത്തുന്ന രീതി നല്ലതല്ല. സഞ്ജു ടെക്കിയെ പോലെ തന്നെ സീക്രട്ട് ഏജൻറ്റും ഫേമസ് ആണല്ലോ. പുള്ളി ഒരു ഇൻഫ്ലുവൻസറാണ്, ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ പുള്ളിയുടെ ഒരു വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ പുള്ളിയുടെ BMW ഇൻഷുറൻസ് ഇല്ലായിരുന്നു. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഫൈൻ വിത്ത് 3 മാസം തടവ് ശിക്ഷ വിധിക്കാനും ലൈസൻസ് റദ്ദാക്കാനും വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കാൻ വരെ നമുക്ക് നിയമം പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാവുന്ന കഴിഞ്ഞ ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് കഴിഞ്ഞ 2 വീക്കിനുള്ളിൽ പുള്ളി എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് അത് പബ്ലിക്കലി നമുക്ക് കണ്ടതാണ്. അത് എവിഡൻസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ മെയ് 12 ഇൻഷുറൻസ് കഴിഞ്ഞതാണ് പുള്ളിയുടെ. ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 മാസം ആയിട്ട്, ഓൾമോസ്റ്റ് 2 മാസം ആവാറാണ്. ഇതുവരെ പുള്ളി ഇൻഷുറൻസ് അടച്ചിട്ടില്ല. അതിനുശേഷം പുള്ളി ട്രാവൽ ചെയ്ത എവിഡൻസ് മൊത്തം നമുക്ക് യൂട്യൂബിലുണ്ട്. നമുക്ക് എവിടെയും സെർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് പുള്ളി ഒരു ഫേമസ് ഇൻഫ്ലുവൻസറായിട്ട് അത് സ്വയം നടപടി എടുത്തോ? സഞ്ജു ടെക്കിക്കെതിരെ സ്വയം നടപടിയാണല്ലോ എടുത്തത്. എന്തുകൊണ്ട് ഈ ഗണേഷ് കുമാർ സ്വയം നടപടി എടുത്ത് ഗതാഗത വകുപ്പ് കേസ് എടുക്കുന്നില്ല? എന്തുകൊണ്ട് അതിൻ്റെ നടപടി എടുക്കുന്നില്ല? പുള്ളിക്കും പല ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് ഇപ്പോൾ ഒരു കത്തിക്കയറാത്തത് കൊണ്ടായിരിക്കും. കത്തിക്കയറിയാൽ പുള്ളി വന്ന് മൈക്കെടുത്ത് പല കാര്യങ്ങളും പറഞ്ഞ് ഇതിനുള്ള നടപടി എടുത്ത് പല കാര്യങ്ങളും ചെയ്താൽ കത്തിക്കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും.